അടുത്തിടെ പല്ലിശ്ശേരി നടത്തിയ ചില തുറന്ന പറച്ചിലുകൾ മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒന്നായിരുന്നു. ഒരു സംവിധായകൻ്റെ അനന്തരവളെ സിനിമാ മേഖലയിലെ ചില പ്രമുഖരൊക്കെ കൂടി പീഡിപ്പിച്ച ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. പലതവണയും ഈ ഒരു കാര്യം പുറത്ത് പറയണ്ട എന്ന് ആഗ്രഹിച്ചെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇത് ഇനിയും ഒളിച്ചു വെക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാകുകയും മനസാക്ഷി കുത്തു കാരണവും ആണ് ഇനി ഇങ്ങനത്തെ ചതിയൊന്നും മറ്റു പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശസ്തരാണ് എന്ന് വിചാരിച്ചിട്ട് പോലും സിനിമയിൽ അവസരം തേടി ചെല്ലുന്നവർക്കൊരു പാഠമാവട്ടെ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ പെൺകുട്ടി ചെറിയ ചെറിയ നാടകങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വളരെ സുന്ദരിയായ യുവതി. അപ്പോൾ ഒരു തവണയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം ഇവർക്ക് കലശലായി. അമ്മാവനോട് വിവരം പറയുന്നു. സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയുടെ അമ്മാവന് പട്ടാള കഥകളൊക്കെ എടുക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സംവിധായകനെ വിളിച്ചിട്ട് തൻ്റെ അനന്തരവൾക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണം, ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി, അവൾക്ക് അത്യാവശ്യം അഭിനയശേഷിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു സിനിമയല്ലേ, നമുക്ക് നോക്കാമെന്ന് പറയുന്നു. പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും അവരെന്തായാലും ഇവൾക്ക് നല്ലൊരു റോള് തന്നെ അങ്ങ് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ചെന്നൈ വെച്ച് ഷൂട്ടിങ് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു വീഡിയോ എടുക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. ഒന്ന് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഓഡിഷൻ മാതിരിയുള്ള കാര്യങ്ങൾ നടത്തുവാനായിട്ട് ഈ പെൺകുട്ടിയെ വിളിക്കുന്നു. അമ്മാവനായ, അല്ലെങ്കിൽ സംവിധായകനായ അമ്മാവൻ തന്നെ അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് പോയി ചെന്നാൽ മതി, വേറെ അധികം ഞങ്ങളൊക്കെ അല്ലേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വലിയ താമസമൊന്നുമില്ല, വളരെ പെട്ടെന്ന് വിട്ടേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ എന്നുള്ള രീതിയിൽ കഥ പറയാനും ബാക്കി കാര്യത്തിനൊക്കെ ആയിട്ട് ഇദ്ദേഹം അമേരിക്കയിൽ ജീവിച്ച പെൺകുട്ടിയാണ്. അവൾ വളരെ ബോൾഡാണ്, ബുദ്ധിമതിയാണ്. അതുകൊണ്ട് തന്നെ അമ്മാവന് തൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ മോശമായിട്ടൊന്നും ധരിച്ചില്ല. പെൺകുട്ടിക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. പെൺകുട്ടി അങ്ങനെ ചെന്നൈയിൽ എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ കഥകൾ പറയുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ കഥ കേൾക്കിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കഥാപാത്രം, അപ്പം നായികയ്ക്ക് ഒപ്പം തന്നെ ഇരിക്കും നായിക പ്രാധാന്യമുള്ള കഥാപാത്രം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവരൊരു മോഹന വാഗ്ദാനമൊക്കെ വെച്ചു. അമേരിക്കയ്ക്ക് തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല, ഈ ഒറ്റ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല, ചവറ് പോലെ സിനിമ കിട്ടുന്നു. അപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പെൺകുട്ടി അതുകൊണ്ട് പറഞ്ഞു, ഇല്ല എനിക്ക് അങ്ങനത്തെ മോഹങ്ങളൊന്നുമില്ല, ഈ ഒരു സിനിമയിൽ അഭിനയിക്കണം, അതിനുശേഷം തിരിച്ചു പോകുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഓരോരോ നമ്പറുകൾ ഇടാൻ തുടങ്ങി. കാരണം മുന്നിലിരിക്കുന്ന അത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ശരീരവർണ്ണന, നായികയെക്കുറിച്ചുള്ള വർണ്ണന, ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണനയായി ഇങ്ങനെ പലവിധ തരത്തിലും ഒന്ന് സംസാരിച്ച് കൊത്താൻ നോക്കിയിട്ടും അപ്പോൾ ഇവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. മരിച്ചിട്ട് ഏയൊക്കെയാണ്, അല്ലെങ്കിൽ തന്നെ വർണ്ണിച്ച് സൂപ്പിച്ച് കുപ്പിയിലാക്കാനാണ് എന്നൊക്കെ തോന്നിയിട്ടും ഇവരതിനകത്ത് പ്രത്യേകിച്ച് വിലയൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തായാലും ഇവൾ വീഴത്തില്ല എന്ന്. നേരിട്ട് ഇവളെ ബലമായിട്ട് അങ്ങ് റേപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ ബലമായിട്ട് ചെയ്ത് കഴിഞ്ഞാലും സംഭവം പ്രശ്നമാണ്. അമ്മാവൻ്റെ സംവിധായകനാണ്. ഇവരെന്ത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വർത്താനമൊക്കെ പറഞ്ഞു, പലതരത്തിലും വീഡിയോയിൽ നിന്ന് മനസ്സിലായി. എന്തായാലും ഒരു ജ്യൂസ് വരുത്തിച്ചു, പെൺകുട്ടിക്കും കൊടുത്തു, അവരും കുടിച്ചു. ജ്യൂസ് കുടിച്ചതിന് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ആ പെൺകുട്ടി തൻ്റെ കണ്ണ് തുറക്കുമ്പോൾ വസ്ത്രങ്ങളൊന്നും ശരീരത്തുണ്ടായിരുന്നില്ല. അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, താൻ നശിപ്പിക്കപ്പെട്ടു, തന്നെ ഇങ്ങനെ ഉപയോഗിച്ചു എന്നാണ്. കാരണം ആ പെൺകുട്ടിക്ക് സത്യത്തിലൊന്ന് എണീറ്റ് നിൽക്കാനുള്ള ശേഷി പോലും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി, ഒരാളൊന്നുമല്ല തന്നെ ഉപദ്രവിച്ചത് എന്ന്. ബഹളം ഉണ്ടാക്കിയിട്ടോ കൂവി വിളിച്ചിട്ടോ കൂടുതൽ കേസ് കൊടുത്തിട്ടൊക്കെ അമ്മാവനോട് ബുദ്ധിമുട്ടുണ്ടാക്കാമെന്നല്ലാതെ മറ്റു മെച്ചങ്ങളൊന്നുമില്ല, വേറൊന്നും നടക്കില്ല എന്നവർക്ക് മനസ്സിലായി. അവരെന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്
മനസ്സിലായ ഭാവമൊന്നും കാണിച്ചില്ല. പതുക്കെ പോയി അവർ കുളിച്ചു വന്നു, സംസാരിച്ചു. ഇനി എന്നാണ് ഷൂട്ടിംഗ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞങ്ങൾ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പോകാൻ തുടങ്ങിയ യുവതിക്ക് കുറച്ച് പൈസ എടുത്ത് കയ്യിൽ കൊടുത്തു. നല്ലൊരു പെണ്ണൻ കൊച്ചിനെ ഉപയോഗിച്ചാണല്ലോ, കുറ്റബോധം ഒഴിവാക്കാൻ. ഒരു സിനിമയ്ക്ക് ചാൻസ് കൊടുക്കാനല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവൾ പറഞ്ഞു, ഞാൻ പണം കണ്ട് വളർന്നവളാണ്, എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് വന്ന അമ്മാവൻ തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്ത് തന്നേ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പച്ച മാംസം വേവിക്കാതെ കടിച്ചു തുപ്പുന്ന ആളുകളാണ് എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. കാരണം ഒരാളല്ല അവളെ ഉപയോഗിച്ചതെന്ന് ആ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് അവൾക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. കാർക്കിച്ച് ഈ പട്ടികളുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. അപ്പോൾ ഈ സിനിമയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ പല്ലിശ്ശേരിയുടെ ഭാഷയിലെ പട്ടാള കഥകളൊക്കെ സംവിധാനം ചെയ്ത അത്തരത്തിലുള്ള കഥകൾ പ്രമേയമാക്കിയ വ്യക്തി ആരൊക്കെയാണ് എന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുമായിരിക്കാം. എന്തായാലും ഈ പെൺകുട്ടി ഈ ചെറ്റകളുടെ എല്ലാം മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് കടന്നുപോയി. അവളത് അത്യാവശ്യം തൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളോട് ഇങ്ങനെയാണ് സിനിമ, മലയാള സിനിമ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയും പിന്നീട് അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും സിനിമാ മേഖലയിൽ നിന്നല്ല, ലൊക്കേഷനുകളിലോ സിനിമാക്കാരുടെ കാര്യം പോലും വീട്ടിൽ ചർച്ച ചെയ്യാതായി, പുച്ഛമായി, വെറുപ്പായി. കാരണം ഈ മേഖല ഇങ്ങനെയാണ്, വെറും തെണ്ടികളാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അമ്മാവൻ്റെ കാര്യമാണ് കഷ്ടം. സിനിമാ മേഖലയിലെ പ്രമുഖരോട് ഗുസ്തി പിടിക്കാൻ പറ്റത്തില്ല. സ്വന്തം മരുമകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അപമാനം നേരിട്ടെന്ന് ആരോട് പറയാൻ, അഥവാ പറഞ്ഞിട്ടെന്ത് കാര്യം. എന്തായാലും സിനിമ അഭിനയിക്കാൻ പോകുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പോൾ പലരും ഈ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പല നടിമാരും മക്കളെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. മക്കളെ കൊടുക്കാതെ അമ്മമാർ കയറിക്കിടന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വന്നതൊന്നും ചെറുതൊന്നുമല്ല, ഇതൊക്കെ സത്യമാണ്. സംവിധായകരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ പോലും അവസ്ഥ ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ വിശദമായ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ വീഡിയോയിൽ ഇട്ടേക്കാം. ഞാൻ ഈ ഗോസിപ്പ് ഉണ്ടാക്കിയതോ ഞാനായിട്ട് സൃഷ്ടിക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും പുതിയ വിഷയമായിട്ട് കാണാം. അറഞ്ചം പൊറഞ്ചം നല്ലൊരു സുന്ദരിയായ പെൺകൊച്ചിനെ കൈ കിട്ടി യുവമാർ പരിപാടി തീർത്തു. ആ പെൺകൊച്ച് അത്യാവശ്യം നാടകങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ആൽബത്തിലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം അഭിനയ മോഹം പൂർത്തീകരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ മോഹത്തിൽ അവൾക്കറിയാം തനിക്ക് അഭിനയശേഷി ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന ആ മോഹത്തിന് പ്രതിഫലമായിട്ട് ആ പെൺകുട്ടി കൊടുക്കേണ്ടി വന്നത്, അത് പലരും മനസ്സായിട്ട് പോയി കിടന്ന് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ശരീരം കൊടുക്കും. ഇതല്ല. ആ പെൺകുട്ടിയെ വളയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കൊച്ചു വർത്താനം കൊണ്ട് നടക്കാലെന്നായി. അന്നെങ്കിൽ പരസ്യമായിട്ട് പിടിച്ചിട്ട് ബലമായിട്ട് ആക്രമിച്ചാൽ നടക്കല, അവൾ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ കേസും പ്രശ്നവും. അതുകൊണ്ട് എന്ത് കാണിച്ചു? ജ്യൂസ് കൊടുത്തു. ഇതാണ് പലപ്പോഴും ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പല നടിമാരെയും പേരൊന്നും പറയുന്നില്ല. സിനിമയിൽ ആദ്യമൊക്കെ വരുമ്പോൾ നല്ല സുന്ദരികളായിട്ടിരുന്ന നല്ല കൊച്ചു പെൺപിള്ളേരുണ്ട്. പിന്നെ കാണുമ്പോൾ പകുതി കുറഞ്ഞ തുണിയായിട്ടും നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്ന സുന്ദരി പെൺപിള്ളേർ, തലയില്ല, മുടിയില്ല, പ്രാന്തന്മാരുടെ കണക്ക് എല്ലാവരും വെല്ലുവിളിച്ച് നടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം പല പെൺകുട്ടികളും സുന്ദരികളായ പല നടിമാരെയും ഇവരറിഞ്ഞും അറിയാതെയും മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ഇംഗിതത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇതിനകത്ത് ചെന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഈ രാസലേഖനിക്കണേ അവർക്ക് കിട്ടാതിരിക്കാൻ പറ്റില്ല. പിന്നെ പുറത്തോട്ടിറങ്ങി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രമുഖരൊക്കെ അവരെ കൊന്നുകളയത്തേ ഉള്ളൂ. അപ്പം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന പാവകളായിട്ട് മാറേണ്ടി വന്നിട്ടുള്ള പല നടിമാരുമുണ്ട്, പുതുമുഖ നടിമാരുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. ഇവരുടെയൊക്കെ പിറകിൽ നടക്കുന്ന കഥ ഇതാണ്. മനസ്സില്ലാത്തവരെ ചതിച്ച് ഭക്ഷണത്തിലെ ജ്യൂസിലൊക്കെ കൊടുത്തിട്ട് പീഡിപ്പിക്കുന്നവരും മലയാള സിനിമയിലെ പ്രമുഖരിൽ ഉണ്ട് എന്നത് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്.